മലപ്പുറത്തുകാരുടെ സ്വന്തം ഓട്ടടൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? കോഴിക്കോട്ടുകാർക്ക് ഇത് കുത്തപ്പാണ് കേട്ടോ. ചോറ് ചേർക്കാതെയും ചോറ് ചേർത്തും കുത്തപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിതൊരു 1.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു 3-4 മണിക്കൂർ കുതിർത്തെടുത്താലും മതിയാകും. നല്ലോണം ഒന്ന് കഴുകി ഊറ്റിയതിന് ശേഷം ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരി ഒന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിലുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫൈനാക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതാ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസായി പോകാനായിട്ട് പാടില്ല കേട്ടോ. ഇതാ ഈ ഒരു കട്ടിക്കാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗവിൽ നിന്ന് നേരിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടാറാതെ തന്നെ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് ഞാൻ തേങ്ങയും കൂടി ചേർക്കണം. തേങ്ങൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ്. ഇനി ഇതാ നമുക്ക് ഓട്ടട ചുട്ടെടുക്കാം. ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ഓട്ടട ചുട്ടെടുക്കേണ്ടത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ തിള വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടട റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മാവ് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് ഓട്ടട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എല്ലാ ഭാഗത്തും ഒരേപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. സിമ്പിളല്ല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മളിപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയത്. ഇത് ചോറ് ചേർത്തും ഉണ്ടാക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ല പോലെ ആരൊക്കെ എടുത്ത് നടുഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഓട്ടോയുടെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ.